കേരളം ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയാണ്. മതനിരപേക്ഷതയുടെയും സാമൂഹിക നീതിയുടെയും ജനാധിപത്യത്തിൻ്റെയും സ്ഥാനത്തിന് പകരം യുക്തിരാഹിത്യവും അശാസ്ത്രീയതയുമാണ് നമ്മളെ വേട്ടയാടുന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ സയൻസ് വളർത്തണം. അതിനായിട്ട് അറിവ് നിർമ്മിക്കുക മാത്രമല്ല, അത് എല്ലാവരിലേക്കും എത്തിക്കുക കൂടി ചെയ്യണം. കൂടാതെ IT-യുടെ സാധ്യത കൂടി വർദ്ധിപ്പിക്കണം. പുതിയ കാലത്ത് അറിവെന്ന് പറയുന്നത് സമ്പത്താണ്. അറിവുള്ള രാജ്യങ്ങൾ സമ്പന്നരാകുന്നു. സമ്പന്നരെന്ത് ചെയ്യും? അറിവുള്ളവരായിട്ട് മാറുന്നു. ഒരു സമൂഹത്തെ അറിവുള്ള സമൂഹമായി മാറ്റുന്നതിൽ ഭാഷയ്ക്ക് വളരെയധികം പങ്കുണ്ട്. പുതിയ അറിവുകൾ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായിട്ട് മാറുന്നത്. അറിവിൻ്റെ മേഖല ദിവസവും ഇങ്ങനെ മാറുകയാണ്. പുതിയ മേഖലകളെ ഉൾക്കൊള്ളാൻ പാകത്തിൽ നമ്മുടെ ഭാഷയ്ക്ക് കരുത്തുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദാവലികൾ നിർമ്മിക്കുക, പദങ്ങളുടെ സമാഹാരങ്ങൾ തയ്യാറാക്കുക, ശാസ്ത്ര പുസ്തകങ്ങളെ വിവർത്തനം ചെയ്യുക, ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുക. ഇങ്ങനെയൊക്കെ വഴി ഒരു ഭാഷ വിജ്ഞാന ഭാഷയായിട്ട് മാറും. പുതിയ അറിവുകൾ മലയാളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മറ്റു ഭാഷകൾ നമ്മളെ തേടി വരും. നമുക്ക് ചുറ്റുമുള്ള പുരോഗതിയെ മനസ്സിലാക്കുകയും നമ്മുടെ സംസ്കാരത്തെയും ഭാഷയെയും ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്നത്. നിരന്തരം ഉണ്ടാകുന്ന അറിവ് വ്യാപിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ നാട് വികസിക്കുകയുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ അവകാശം, സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ സ്വതന്ത്രമായി പങ്കുചേരാനുള്ള അവകാശം എന്നിവയിലൂടെ ആധുനിക സമൂഹം മുൻകാല വൈജ്ഞാനിക സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന് യുനെസ്കോ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ പുരോഗതിക്കായിട്ട് അറിവ് നിർമ്മിക്കുക, പ്രയോഗിക്കുക, വ്യാപിപ്പിക്കുക, അതിന് കഴിവുള്ള സമൂഹമാണ് വൈജ്ഞാനിക സമൂഹം. ഒരു വൈജ്ഞാനിക സമൂഹത്തിൽ നമ്മുടെ ഭാഷയും സംസ്കാരവും തനത് അറിവുകളും സംരക്ഷിക്കപ്പെടുകയും പ്രാദേശിക ഭാഷകൾക്ക് സ്ഥാനം നൽകുകയും വേണമെന്ന് യുനെസ്കോ പറയുന്നുണ്ട്. ഭാഷയെ വൈജ്ഞാനിക സമൂഹത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നായിട്ടാണ് യുനെസ്കോ കാണുന്നത്. അതുപോലെ തന്നെ കേരളം ഒരു വൈജ്ഞാനിക ഭാഷയായിട്ട് മാറണമെങ്കിൽ ഇവിടെ വലിയ തോതിൽ അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടണം. അതുപോലെ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിലറിയാൻ സ്വന്തം ഭാഷയിൽ തന്നെ പഠിക്കണം. അറിവ് കിട്ടണമെങ്കിൽ മാതൃഭാഷയിൽ പഠിക്കണം. പുതിയ അറിവുകളെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ മലയാളം മാറണം.